ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? അടിപൊളി 2 അച്ചാറാണ്. എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം. നമ്മൾ ഒരുപാട് പൊടികളോ മസാലകളോ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, കണ്ടോക്കാം. അപ്പോൾ അതിനായിട്ട് മാങ്ങ ഞാൻ അരിഞ്ഞ് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ വെച്ചാൽ മതി. ഓക്കെ, 1 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ വയ്ക്കുക. പിന്നെ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ 1 മണിക്കൂർ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു മാങ്ങ സോഫ്റ്റ് ആവും. നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് അന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റും കാണും, ക്രിസ്പി ആയിട്ടിരിക്കും. കണ്ടു വെക്കാം നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത്രയും കറിവേപ്പില, അല്ലേ? കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാധനമാണ്, കഴിക്കുന്നവർക്ക് വേണ്ടാത്തൊരു സാധനമാണ്, അല്ലേ? അപ്പം ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തീ നല്ലപോലെ കുറയ്ക്കുക, അല്ലെങ്കിൽ അടി കട്ടി കൂടുതലാണെങ്കിൽ പിന്നെ ഗ്യാസ് അണച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 4 ടീസ്പൂണ് മുളക് പൊടിയും ഏകദേശം 1 ടീസ്പൂണോളം പിന്നെ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. സാമ്പാർ കായ എന്നൊക്കെ പറയില്ലേ, അതിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നല്ലപോലെ ഇളക്കി ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഞാനിവിടെ തീ അണച്ചിട്ടാണ് ചെയ്തത്. കാരണം എന്താണെന്ന് അറിയാമോ, എൻ്റെ അടി കട്ടിയുള്ള പാത്രമാണ്, മറ്റേ ട്രൈപ്ലേ എന്നൊക്കെ പറയില്ലേ, അപ്പം സാൻഡ്വിച്ച് മോഡൽ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പ് പാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ അണച്ചു. അതിനുശേഷം ഇപ്പോൾ കത്തിച്ചതാണ്. ഓക്കെ, അല്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് മാങ്ങയിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുവാണ്. ഉപ്പും കുറച്ച് കായപ്പൊടി നമ്മളതിൽ ചേർത്തിട്ടുണ്ട്, അതിട്ട് വെച്ചതാണ്. അപ്പോൾ ഗ്രേവിക്ക് കുറച്ച് എന്തായാലും നമുക്ക് ഇത് വേണ്ടി വരും, ഉപ്പ് വേണ്ടി വരും. അതിനുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നല്ലപോലെ തിളയ്ക്കണം. ഞാനിപ്പോൾ ഇതിൽ വിനാഗിരി ഒഴിച്ചിട്ടില്ല, കാരണം വീട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ വിനാഗിരി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് കാരണം വെച്ചാൽ എൻ്റെ ജേട്ടന് വിനാഗിരി പറ്റില്ല, വയറ് പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ ഞാൻ ജേട്ടൻ കഴിക്കുന്ന സാധനങ്ങളിൽ ഞാൻ വിനാഗിരി ചേർക്കാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ തണുക്കണം. ഓക്കെ, തിളച്ച ശേഷം നമ്മൾ ഗ്യാസ് അടച്ചു വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉപ്പും കായപ്പൊടി ഇട്ട് വെച്ച മാങ്ങ അതിലേക്ക് നമ്മളിത് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അടിപൊളി അച്ചാറെന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. സാധാരണ നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് ഇവിടെ അച്ചാർ പൊടി ചേർക്കുന്ന കണ്ടിട്ടുണ്ട്, അതുപോലെ അല്ലെങ്കിൽ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചിട്ട് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചില സാധനങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്തെ കുറച്ച് പേരിനോട് ചോദിക്കാറുണ്ട്, ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചേർക്കണ്ടേ, ഇതെന്താ ടേസ്റ്റ് കാണുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഓക്കെ, ഇവിടെ വന്ന് കഴിച്ച എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മൾ കടുക് വറുത്തതും എല്ലാം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കാരണം അച്ഛൻ ഇച്ചിരി ചാറ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി ചാറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അടിപൊളി മാങ്ങ അച്ചാറാണ്, എല്ലാം പെർഫെക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത 2ാമത്തെ അച്ചാറാണ്, അതായത് നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക ഞാൻ ഉപ്പിട്ട് വച്ചതാണ്. അപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായി, നല്ല ബുളുബുളാന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു പാനിൽ നല്ലെണ്ണ തന്നെയാണ് ഒഴിച്ചത്. നല്ലെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് കാന്താരി മുളക്, അത് ഫ്രഷാണ്, നമ്മളിവിടെ നിന്ന് പറിച്ച കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് അറിയാം, പടപടപടപടേന്ന് പൊട്ടും. അപ്പം എണ്ണയൊക്കെ നമ്മുടെ പുറത്ത് തെറിക്കിയപ്പോൾ ഒരു അടപ്പ് കൈ കരുതുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം കറിവേപ്പില ഇട്ടു, പിന്നെ അതിനകത്തേക്ക് മുളക് പൊടിയും, പിന്നെ വേണ്ടത് കായപ്പൊടിയും. ഓക്കെ, മുളക് പൊടി ഇവിടെ ഞാൻ ഒരു 4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഒരു 1 ടീസ്പൂണോളം കായപ്പൊടി ഇട്ടിട്ടുണ്ട്. കായപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല മണമായിരിക്കും. ഓക്കെ, അച്ചാറിന് നമ്മളിപ്പം കടുകും ഉലുവയും ഒന്നും ഇട്ടില്ലെങ്കിലും കായപ്പൊടി ഒരു കാരണവശാലും മാറ്റരുത്. ഓക്കെ, കായപ്പൊടി ഇടണം. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സ്പൂണകത്ത് വീണുപോയി. ഓക്കെ, അപ്പോൾ അത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ല കട്ടയൊക്കെ മാറി ഉടഞ്ഞ് നല്ലപോലെ തിളച്ച് കിട്ടണം. ഇപ്പോൾ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ആ ചൂടുവെള്ളം ഉപ്പുവെള്ളം തിളപ്പിച്ചിട്ട് ആ ചൂടിൽ തന്നെ ഇട്ട് വെച്ച ഒരു നെല്ലിക്കയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തെന്നറിയാമോ, ഇത് പക്ഷേ കുറച്ച് ദിവസം കിടക്കുകയും ചെയ്തു. ഓക്കെ, കിടന്നപ്പോൾ നല്ല ബുളുബുളാന്നായിപ്പോയി. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന സാധനമാണെങ്കിൽ ചേട്ടൻ ചുമ്മാ ഇങ്ങനെ കഴിക്കുമായിരുന്നു, പക്ഷേ ഞാനും കഴിക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ നെല്ലിക്ക ഇങ്ങനെ ബുളുബുളാന്നാവുന്ന സമയത്തുണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് കാന്താരി മുളക് ഞെരടി, ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടിയിട്ട് ഞെരടി അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇത്തിരി അച്ചാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും സോഫ്റ്റ് ആയില്ലെങ്കിലും
പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ കൊണ്ടല്ലോ ഇതങ്ങ് ഉടഞ്ഞു പോകും, അത്രയ്ക്കും സോഫ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ ഇത് പിന്നെ ഇതുപോലെ കറി ഇതേപോലെ തന്നെ കറിയാക്കാം. ഇതിലും ഞാൻ കടുകൊന്നും ചേർത്തിട്ടില്ല, ഓൺലി എന്താണ് മുളക് പൊടിയും കായപ്പൊടിയും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ അടുത്ത വീട്ടിൽ കൊടുത്തു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം. ഈ പച്ചനെല്ലിക്ക ഇടുന്ന വേണമെങ്കിൽ ഞാനൊരു ദിവസം പറയാം. ഞാനൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ, കാരണം ഞാൻ ഉപ്പ് നെല്ലിക്ക ഇട്ട് വെച്ചിരുന്ന അതിൽ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടറിഞ്ഞ് ആവശ്യത്തിന് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ, ഉപ്പിൻ്റെ അളവ് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ചിലർക്ക് ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണം, അച്ചാറല്ലേ കൂടുതൽ വേണമെന്ന് വിചാരിക്കും. ചിലരാണെങ്കിൽ അച്ചാറാണെങ്കിൽ ഇച്ചിരി കുറഞ്ഞ് നിന്നാൽ മതി എന്ന് വിചാരിക്കും അല്ലേ. അപ്പം അത് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചേർത്തെടുക്കാം. അപ്പം നമ്മൾ അടിപൊളി അച്ചാർ 2 റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മറന്നു പോരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അതിൽ ലൈക്കിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.